പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മകൾ വീണ വിജയനും അല്ല വീണ തൈക്കണ്ടിയിലും ഏറ്റവും മോശമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഇന്നലെ. എന്തായാലും ഈ ഒരു ദിവസം അത് ഇ ഡിയുടെ വിജയ ദിവസം കൂടിയായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലമായിട്ട് വീണ വിജയന്റെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി 2 കോടിയിലധികം രൂപ കൈപ്പറ്റിയതിന് കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇ ഡിക്ക് കോടതിയെ ബോധ്യപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും മാസപ്പടി കേസിലെ ഈ കരിമണൽ കമ്പനിയായിട്ടുള്ള CMRL നൽകിയിട്ടുള്ള അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളഞ്ഞതോടുകൂടി വലിയ ആശങ്ക CPM-നുള്ളിലും ഉരുണ്ടുകൂടുന്നുണ്ട്. കാരണം ഇതിനെ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. ഇത്രയും നാളും കയ്യിൽ ഭരണം ഉണ്ടായിരുന്നു. ഇതിപ്പോ പ്രതിപക്ഷ സ്ഥാനത്താണ് CPM ഉള്ളത്. ആ പ്രതിപക്ഷത്തിനുള്ളിൽ തന്നെ വലിയ അങ്കലാപ്പുകളും വലിയ ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഞാൻ തന്നെ ആയിക്കോളാം എന്നുള്ളതാണ് പിണറായി വിജയനും പറഞ്ഞത്. ഇത് പറഞ്ഞത് പോലും എന്തുകൊണ്ടാണ്? ഇനി വരുന്ന സാഹചര്യങ്ങളെ നേരിടാൻ തനിക്കൊരു കെൽപ്പ് വേണം. താൻ പാർട്ടിയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തന്നെ താൻ ഇരുന്നിട്ടും തനിക്കെതിരെ ഇത്രയും വലിയ കോലാഹലങ്ങൾ പാർട്ടികളിൽ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനെ നേരിടണമെന്നുണ്ടെങ്കിൽ കൈക്കരുത്ത് മാത്രം പോലെ പാർട്ടി കരുത്തും വേണം. അങ്ങനെയാണ് ഈ പറയുന്ന സ്ഥാനത്തേക്ക് സ്വയമേവ വോട്ട് കൂടി ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ അവരോധിതനാകുന്നതും. എന്തായാലും പിണറായി വിജയന്റെ വാടക വീട്ടിൽ ഇന്നലെ വലിയ യോഗം ചേർന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതിന് ശേഷം മകൾ വീണ വിജയൻ താമസിക്കുന്നത് പിണറായിക്കൊപ്പമാണ്. അപ്പൊ ഈ വീട്ടിൽ വിധി പുറത്തു വന്നതിന് പിന്നാലെ തന്നെ മുതിർന്ന നിയമ വിദഗ്ധരും വിശ്വസ്തരായിട്ടുള്ള ചില നേതാക്കളും ഒക്കെ തന്നെ യോഗം ചേർന്നു എന്നുള്ളതാണ് വിവരം. ഇവർ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് യോഗം ചേരാൻ വേണ്ടിയിട്ടാകും. ഇ ഡി നീക്കങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും, സുപ്രീം കോടതിയെ എങ്ങനെ അതിവേഗം സമീപിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് അടിയന്തര ചർച്ചകൾ നടന്നത് എന്നും പറയുന്നുണ്ട്. സ്വാഭാവികമാണ് പാർട്ടിയുടെ നേതാവിന്റെ മകൾ അവർക്കെതിരായിട്ടുള്ള ഒരു കേസ് വരുമ്പോൾ അവർ ഇത്തരത്തിലൊക്കെ പ്രതിരോധിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും നാളും ഈ പണമൊക്കെ വക്കീൽ ഫീസ് ഉൾപ്പെടെ എല്ലാം കൊടുത്തിരുന്നത് സാധാരണക്കാരനെ നികുതി പണം എടുത്തിട്ടാണ്. ഇനിയുള്ള കാര്യം സമ്പാദിച്ചു വെച്ചിരിക്കുന്നതിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ടി വരുമെന്നുള്ള ഒരു മാറ്റം മാത്രമാണ് അവിടെ ഉണ്ടാകുന്നത്. ഹൈക്കോടതി വിധി ഉയർത്തുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ CPM സംസ്ഥാന നേതൃത്വവും വലിയ അങ്കലാപ്പിൽ തന്നെയാണ്. ഇതുവരെ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപം എന്നൊക്കെ പറഞ്ഞ് പാർട്ടി പ്രതിരോധിച്ച ഒരു വിഷയം ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് ശേഷം പൂർണ്ണമായിട്ടും നിയമസാധുതയോടുകൂടി അന്വേഷണത്തിലേക്ക് നീങ്ങുമ്പോൾ അതിനെ ഏത് തരത്തിൽ എന്ത് പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കണം? ഇത്രയും നാൾ ഇവര് പറഞ്ഞല്ലോ വീണ വിജയനെയാണ് പിണറായി നോട്ടമിടുമ്പോൾ അത് പിണറായിയാണ് നോട്ടമിടുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ കുറ്റാരോപിതയായിട്ടുള്ളത് വീണ വിജയനാണ്. വീണ വിജയനെ ചോദ്യം ചെയ്യേണ്ടത് ഏതാണ്ട് 12ഓളം ഇടങ്ങളിൽ നേരത്തെ ഇ ഡി റെയ്ഡ് നടത്തുകയും ഈ റെയ്ഡ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി വീണ വിജയനെ ചോദ്യം ചെയ്യാനൊക്കെ വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അന്നൊന്നും വീണ വിജയൻ ഇ ഡിയോട് സഹകരിച്ചിരുന്നില്ല, മൊട കാണിച്ചതാണ്. പക്ഷെ ഇനി മൊട കാണിച്ചിട്ട് മകൾ അവിടെ ഇരുന്ന് മൊട കാണിച്ചിട്ടുണ്ടെങ്കിൽ വിവരം അറിയും എന്നുള്ളത് കൃത്യമായിട്ട് പിണറായി വിജയൻ സഖാവിനും അറിയാം. അപ്പോ പിണറായി വിജയൻ സഖാവിന് അറിയാമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഏതൊരു വേദനയും തൻ്റെതായിട്ട് മാറ്റുന്ന ചില നേതാക്കളുണ്ട്, ചില അണികളുണ്ട്, ചില വാലുതൂങ്ങികളുണ്ട്. അവർക്കൊക്കെ വലിയ അങ്കലാപ്പാവും. അപ്പൊ എന്തായാലും ജസ്റ്റിസുമാരായിട്ടുള്ള രാജവിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങിയിട്ടുള്ള ബെഞ്ചാണ് ഇന്നലെ CMRLന്റെ ഹർജി തള്ളിയത്. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ കമ്പനി നൽകിയ അപ്പീലിലായിരുന്നു ഇന്നലെ തുടർ നടപടികൾ ഒക്കെ തടയുകയും ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് ഇ ഡി നടപടികളൊന്നും എടുത്തിരുന്നില്ല. അത് ഈ സ്റ്റേ നിലനിന്നത് കൊണ്ടാണ്. എന്നാൽ വെള്ളിയാഴ്ച അതായത് ഇന്നലെ അന്തിമ വിധി വന്നതോടുകൂടി പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഇ ഡിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇ ഡിക്ക് മുന്നേയുള്ള ഈ കാര്യങ്ങൾ അറിയാം. വീണ വിജയൻ കൃത്യമായിട്ടുള്ള മറുപടി നൽകാതിരുന്നതും ഒക്കെ അറിയാം. ഇനി മാത്രമല്ല
CMRL ഉൾപ്പെടെയുള്ളവർ പോയിട്ട് സുപ്രീം കോടതിയിലേക്ക് ഇനി ഒരു മൂവ് നടത്തുമെന്ന് ചിന്തിക്കാനുള്ള ബോധമൊക്കെ എന്തായാലും അവർക്കുണ്ട്. അപ്പൊ അതിനെയെല്ലാം കവച്ചു വെക്കുന്ന തരത്തിലായിരിക്കും EDയുടെ ഓരോ നീക്കവും ഇനി ഉണ്ടാവുക. അപ്പൊ എങ്ങനെയായിരിക്കാം ഇത് പോവുക എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് EDയും മുന്നോട്ട് പോകുന്നത്. EDയുടെ ഡയറക്ടർ രാഹുൽ നവീൻ ഇന്നലെ ഇവിടെ കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചിയിൽ അദ്ദേഹം വലിയ ഒരു മീറ്റിംഗ് ഒക്കെ ചേർന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം കാര്യങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ യോഗം എന്ന് പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇനിയൊരു വളരെ കർശനമായിട്ട്, ഇതുവരെയും കർശനമായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. EDക്ക് വെറുതെ കയറി ചെന്ന് ആ ചോദ്യം ചെയ്യാനാണ് വന്നിരിക്കൂ എന്ന് പറയാനുള്ള സാധ്യതയില്ല. ED പോലുള്ള ഒരു ഏജൻസി എന്ന് പറയുന്നത് കൃത്യമായ തെളിവുകൾ ശേഖരിച്ചതിന് മാത്രം അതുമായി ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ വെറുതെ ഒരു ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുക എന്നുള്ളത് EDയുടെ ഒരു രീതിയുമല്ല. അപ്പൊ കേസില് വീണ വിജയൻ നേരിട്ട് കോടതിക്ക് മുമ്പിലുള്ള കക്ഷിയല്ല എന്ന സാങ്കേതികത്വം ED മുൻപേ തന്നെ കോടതിയിൽ ആയുധമാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. വീണ കോടതിയെ സമീപിക്കാത്ത സാഹചര്യത്തിൽ അവർക്കെതിരെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്നായിരുന്നു EDയുടെ വാദം. ഇതോടുകൂടി വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ, വിദേശ അക്കൗണ്ടുകളെ ഒക്കെ പരിശോധിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഈ പരിശോധന എന്ന് പറയുന്നത് അതായത് എത്രത്തോളം വീണ വിജയനെ സംബന്ധിച്ച് അത് താങ്ങാൻ കഴിയും എന്നുള്ളതും വലിയ പ്രശ്നമാണ്. ഹൈക്കോടതിയുടെ ഈ ഒരു വിധി ഒരിക്കലും ഇവർ പ്രതീക്ഷിക്കാത്തതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഒരു പരിധി വരെ ഇവർ ഇത് പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത് പൂർണ്ണമായും പ്രതീക്ഷിച്ചിരുന്നാലും മറ്റൊരു കാര്യത്തിലേക്ക് അവർക്ക് കടന്നു പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്തായാലും ED ഈ ECNR രജിസ്റ്റർ ചെയ്യാതെ EDക്ക് തങ്ങളുടെ സ്ഥാപനങ്ങളിൽ അതിലൂടെ ഇടപാടുകളിലും അന്വേഷണം നടത്താൻ അധികാരമില്ല എന്നായിരുന്നു CMRLന്റെ പ്രധാന വാദം. ഈ സാങ്കേതികത്വം മുൻനിർത്തി തന്നെ അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നുള്ള ആവശ്യമായിരുന്നു ഇവർ ഉന്നയിച്ചിരുന്നത്. അതാണ് ഇപ്പോ മാറ്റിയിരിക്കുന്നത്. കേന്ദ്ര ഏജൻസിക്ക് ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് കോടതിയും ശരിവെച്ച കാര്യം. അപ്പൊ CMRLുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വിഷയത്തിൽ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പാർട്ടിക്കുള്ളിൽ വലിയ വിഷയം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നമുക്കറിയാം, ഭരണം നഷ്ടപ്പെട്ടതിനു ശേഷം പിണറായി വിജയന് നേരെ എല്ലാ വിരലുകളും ചൂണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ വിരലുകൾ ഇപ്പോഴും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുമ്പോഴും ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ, വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പോൾ പിണറായിക്കെതിരെ ഒരു വലിയ വിഭാഗത്തിന് വലിയ അസന്തുഷ്ടി ഉണ്ടായിരുന്നു. പക്ഷേ അത് പാർട്ടിയുടെ, അതായത് മുഖ്യമന്ത്രിയാണ് പാർട്ടിയെ നയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ധാർഷ്ട്യത്തിന്റെ പുറത്ത് എല്ലാവരെയും മെരുക്കി നിർത്തുകയായിരുന്നു എന്നുള്ളത് കൂടി ഇതിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ പാർട്ടിയുടെ ഭരണം നഷ്ടപ്പെടുകയും പ്രതിപക്ഷ നേതാവായി മാത്രം പിണറായി വിജയൻ അവരോധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയും നേതാക്കൾ ഇറങ്ങാതെ അണികളെ പുറത്തിറക്കി വിട്ടുകൊണ്ട് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതിരോധിക്കാൻ ഇറങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ഒരു പൊട്ടിത്തെറി പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കും. കാരണം ഇക്കഴിഞ്ഞ ദിവസമാണ് ED ഉദ്യോഗസ്ഥരെ തടയുകയും ഒക്കെ ചെയ്ത കേസിൽ ഒരുപാട് പേരെ, പാർട്ടി അണികളെയൊക്കെ പിടിച്ച് അകത്തിട്ടിട്ടുള്ളൂ. അവർക്ക് ജാമ്യം കിട്ടുമോ എന്നുള്ളത് പോലും നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ നേതാക്കൾ ഇറങ്ങാതെ പാർട്ടി അണികളെ പുറത്തേക്ക് തള്ളിവിട്ട് നടത്തുന്ന ഈ ഒരു പ്രവർത്തനത്തോട് പോലും പലർക്കും വിയോജിപ്പുണ്ട്. അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉടനീളം കാണുകയും ചെയ്തതാണ്. അത് പാർട്ടി അണികളുടെ വികാരം തന്നെയാണ് അതിലൂടെ വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത് CPMൽ വലിയ കല്ലുകടിയാണ്. CPM നേതൃത്വം ഇതിനെ മെരുക്കാനായിട്ട് ഒരുപാട് പണിപെടേണ്ടി വരും. മാത്രമല്ല, വീണ വിജയന്റെ അറസ്റ്റ് അധികം വൈകാതെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.